നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ 100cc ബൈക്കുകൾ വന്നു തുടങ്ങിയ കാലത്ത് ഹീറോ മോട്ടോഴ്സുമായിട്ട് കൂട്ടുചേർന്ന് ഇന്ത്യയിൽ കാലുകുത്തിയ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയാണ് ഹോണ്ട. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഹോണ്ട സ്വതന്ത്ര കമ്പനിയായിട്ട് മാറുകയും ഇന്ത്യയിൽ വലിയ വിജയമാവുകയും ചെയ്തു. ഇരുചക്ര വാഹനങ്ങളുടെ രംഗത്തും 4 ചക്ര വാഹനങ്ങളുടെ രംഗത്തും ഹോണ്ട ഇപ്പോൾ വെന്നിക്കുടി പാറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുമായി വേർപിന് ശേഷം എന്തായിരിക്കും ഹോണ്ടയുടെ ഇന്ത്യയിലെ ഭാവി എന്നൊക്കെ ആശങ്കപ്പെട്ടവരെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇരുചക്ര വാഹനമായ ആക്ടിവ ഉൾപ്പെടെയുള്ള മോഡലുകളുമായിട്ട് ഇന്ത്യയിലെ വിജയക്കുതിപ്പ് തുടരുകയാണ് ഹോണ്ട. എങ്കിൽ പോലും ഹോണ്ട എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ DNA എന്ന് പറയുന്നത് റേസിങ്ങിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച റേസിംഗ് ബൈക്കുകളൊക്കെ സ്വന്തമായിട്ടുള്ള കമ്പനിയാണ് ഹോണ്ട. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബൈക്കുകൾ കൊണ്ടുവന്നപ്പോഴും ഒട്ടും മോശമല്ലാത്ത മോഡലുകളാണ് കൊണ്ടുവന്നത്. പഴയ RD 350 ഓർപ്പിക്കുന്ന രീതിയിലുള്ള രൂപഭംഗിയോടുകൂടിയ CB 350 ഹൈനസ് മുതൽ ഗംഭീര ഓഫ് റോഡ് എന്ന് വിളിക്കാവുന്ന ആഫ്രിക്ക ഉൾപ്പെടെയുള്ള മോഡലുകളെല്ലാം ഹോണ്ടയുടെ ഇന്ത്യയിലെ ശേഖരത്തിലുണ്ട്. ആ ഒരു ഗണത്തിലേക്കുള്ള ഒരു പുതുമുഖത്തെയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് XL 750 ട്രാൻസ് ലാപ്പ് എന്നാണ്. അതായത് ആഫ്രിക്ക എന്ന് പറയുന്ന അല്പം കൂടി വില കൂടിയ വാഹനം വേണ്ട എന്നുള്ളവർക്ക് തരക്കേടില്ലാത്ത ഓഫ് റോഡിങ്ങും പോകാം, വളരെ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിനും പോകാവുന്ന ഒരു ഗംഭീര വാഹനമാണ് ട്രാൻസ് ലാപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഈ ട്രാൻസ് ലാപ്പ് സീരീസ് എന്ന് പറയുന്നത് ഹോണ്ട ഇന്നലെ തുടങ്ങിയതല്ല. 1986 ആദ്യമായിട്ട് ട്രാൻസ് ലാപ്പ് സീരീസിൽ പെടുന്നൊരു വാഹനം വന്നത്. അതിൻ്റെ പേര് XL 600 എന്നായിരുന്നു. അതിനുശേഷം 2000 XL 650 വന്നു. അതിനുശേഷം 700 വന്നു. ഇപ്പോഴാണ് ഏറ്റവും പുതിയ 750 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ XL 750 ട്രാൻസ് ലാപ്പിനെയാണ്. ബൈജുവൻ നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഹോണ്ട പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആഫ്രിക്ക 7 വർഷം മുമ്പ് വന്നത്. പക്ഷേ ആഫ്രിക്ക പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അല്പം വില കൂടിയ ബൈക്കായിരുന്നു എന്നുള്ളതാണ്. ആ കാലത്ത് തന്നെ ഏതാണ്ട് 13 ലക്ഷം രൂപ വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വില 15 ലക്ഷവും കടന്ന് കുതിക്കുകയാണ്. അപ്പോൾ വാഹനപ്രേമികൾ എന്നൊരു ആവശ്യമായിരുന്നു അല്പം കൂടി വില കുറഞ്ഞ എന്നാൽ ആഫ്രിക്കറ്റിനോടൊപ്പം നിൽക്കുന്നൊരു വാഹനം വേണം എന്നുള്ളൊരു ആവശ്യം. ആ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ട്രാൻസ് ലാപ്പ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആഫ്രിക്കറ്റിൻ്റെ പല ഭാഗങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 11 ലക്ഷം രൂപ എക്സ്ഷോറൂം വില ഈ വാഹനത്തിനുള്ളൂ എന്നുള്ളതാണ് ആഫ്രിക്കറ്റിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വാഹനത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു ഘടകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ മീഡിയ വാഹനമാണ്, അതായത് കമ്പനിയിൽ നിന്ന് നേരിട്ട് നമുക്ക് എത്തിച്ചെന്ന വാഹനമാണ്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ കാണുന്ന വൈസർ, ഈ വൈസറിന് ഇത്രയുമൊക്കെ ഉയരമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇതിപ്പോൾ ഒരു ഓപ്ഷണലായിട്ട് കിട്ടുന്ന ആക്സസറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്ന ഇത് ഓപ്ഷണലായിട്ട് അല്പം കൂടി താഴ്ന്ന സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്പം കൂടി ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് വാഹനത്തിന്. അങ്ങനെ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ കിട്ടുന്ന അതേ ട്രാൻസ് ലാപ്പ് തന്നെയാണ് ഈ വാഹനം. എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ മുൻഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാളക്കൂറ്റിൻ്റെ മുൻഭാഗമാണ്. അതായത് സീറ്റിൻ്റെ ഈ ഭാഗം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം നോക്കിയാൽ ഇതെനിക്ക് മെരുക്കാനാകുമോ എന്ന് സംശയിച്ച് തോന്നുന്ന രീതിയിലുള്ള വലിപ്പമുണ്ട്. പക്ഷേ സീറ്റിൻ്റെ ഹൈറ്റ് നോക്കുക, സീറ്റിൻ്റെ ഹൈറ്റും അതുപോലെ മറ്റ് കൺട്രോളുകളെല്ലാം വളരെ രസകരമായ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മെരുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട ഈ ഒരു കാളക്കൂറ്റിനെ. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ്മീർ വരെ വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഓടിച്ചു പോകാനാണ്. അത് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് പറ്റുന്ന രീതിയിലാണ് ഈ വാഹനം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം വേണ്ട ഓഫ് റോഡിങ്ങിനും പറ്റുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും മറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രാൻസ് ലാപ്പ് 750 നമുക്കിനി ഒന്ന് അടുത്ത് കാണാം. $208 കിലോഗ്രാം ഭാരമുള്ള ഒരു ബൈക്കാണിത്. 208 കിലോഗ്രാം ഭാരമുള്ള ബൈക്ക് എന്ന് പറയുമ്പോൾ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് സംശയം തോന്നാം. പക്ഷേ ഓടിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല. അത്രയും ലൈറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ 212 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ എവിടെയും ഓഫ് റോഡിൽ പോകാൻ സാധിക്കും എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും ഈ വാഹനത്തെ ഒരു ഗംഭീര ഓഫ് റോഡറാക്കി മാറ്റുന്നുണ്ട്. എങ്കിലും നമുക്ക് മുൻഭാഗത്ത് തുടങ്ങാം. ശ്യാമേ, മുന്നിലേക്ക് വരിക, മുന്നിൽ നിന്ന് ആരംഭിക്കാം. മുൻഭാഗത്തൊക്കെ ആഫ്രിക്കറ്റിൻ്റെതായ ചില ലുക്കുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല.
ഞാൻ പറഞ്ഞില്ലേ വൈസർ അല്പം ഹൈറ്റ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ വൈസറിന് സാധാരണഗതിയിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. LED ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും എല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഓഫ് റോഡേഴ്സിനൊക്കെ ചേരുന്ന രീതിയിലുള്ള മഡ് ഗാർഡും മറ്റും ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ട്യൂബ്ലെസ് ടയേഴ്സ് അല്ല കൊടുത്തിരിക്കുക എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഗുണമുള്ള കാര്യമായിട്ടല്ല പറഞ്ഞത്, ദോഷകരമായ കാര്യമാണ്. കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനത്തിൽ തീർച്ചയായിട്ടും ട്യൂബ്ലെസ് ടയേഴ്സ് വേണ്ടതായിരുന്നു. പക്ഷേ ട്യൂബ്ലെസ് ആക്കാൻ സാധിക്കും. ആഫ്രിക്കറ്റിൻ്റെ ടയേഴ്സ് അതേപടി ഇതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചില മെക്കാനിക്കൽ മാറ്റങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ 1.4 lakhs ആകും ഈ വാഹനത്തിൻ്റെ ഈ വയേർഡായിട്ടുള്ള വീല് മാറ്റി ട്യൂബ്ലെസ്സുമാക്കി എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 1.4 lakhs ആകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ട്യൂബ്ലെസ് ടയർ വേണം, അതുപോലെ തന്നെ അലോയ് വീലുകൾ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആഫ്രിക്കറ്റിൻ്റെ അതേപടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രേക്കിങ്ങിലേക്ക് പോകണമെങ്കിൽ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് 310 mm ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് 256 mm ഡിസ്ക് ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ABS ഉണ്ട്, ABS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി സസ്പെൻഷനിലേക്ക് പോകണമെങ്കിൽ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന 43 mm ഷോവ USD ഫോർക്കാണ്. 200 mm ട്രാവൽ അതിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഷോവയുടെ മോണോഷോക്കാണ്, അത് 190 mm ട്രാവലോട് കൂടിയതാണ്. ഇനിയിപ്പോൾ പെട്രോൾ ടാങ്കിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേക ഒരു രൂപമാണ് ഈ പെട്രോൾ ടാങ്കിനെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. പക്ഷേ കാല് നന്നായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. 16.9 ലിറ്റേഴ്സാണ് ഈ ഒരു ടാങ്കിൽ കൊള്ളുക. ഏതാണ്ട് 23 കിലോമീറ്ററൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മൈലേജ്. എന്ന് പറഞ്ഞാൽ ഒറ്റ ടാങ്കിൽ 380 കിലോമീറ്റർ ഓടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് പറയാവുന്നത്. എന്തായാലും അത് മോശമല്ല ഇത്തരത്തിലുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച്. ഇവിടെ ട്രാൻസ്ലാപ്പ് എന്നുള്ള ബാഡ്ജിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഹോണ്ടയുടെ റെഡ് ബാഡ്ജിങ്, അതായത് ഇതൊരു റേസിംഗ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാധാരണ ബൈക്കല്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള റെഡ് ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രാഷ് ഗാർഡാണ് വളരെ കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻജിനും അത്തരം ഭാഗങ്ങളെല്ലാം തന്നെ ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഈ ട്രാൻസ്ആപ്പ് 750 ഇന്ത്യയിൽ 2 കളേഴ്സിൽ ലഭ്യമാകുകയുള്ളൂ. ഒന്ന് ബ്ലാക്കും മറ്റൊന്നൊരു സിൽവർ ഫിനിഷുള്ള വൈറ്റും. പക്ഷേ ആഗോള വിപണിയിൽ 3 കളേഴ്സിൽ ഇത് ലഭ്യമാണ്. മറ്റൊരു കാര്യമുള്ള, ട്രാൻസ്ലാപ്പ് പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതാണെന്നുള്ളതാണ്. ഇവിടെ അസംബിൾ ചെയ്യുന്നതല്ലോ. പക്ഷേ ആഫ്രിക്കറ്റിന് അങ്ങനെ ആയിരുന്നില്ല. ആഫ്രിക്കറ്റിന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് അല്പമെങ്കിലും വില കുറച്ച വാഹനം ലഭിച്ചത്. സത്യത്തിൽ ട്രാൻസ്ലാപ്പിന് 11 ലക്ഷം രൂപയൊന്നും വിദേശത്ത് വിലയില്ല. പക്ഷേ ഇത് ഫുള്ളി ഇമ്പോർട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ടാക്സും കൊടുത്ത് 11 ലക്ഷം രൂപയിൽ വില എത്തി നിൽക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനാണ്. റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 850 mm ഉണ്ട് ഈ വാഹനത്തിന് സത്യത്തിൽ ഹൈറ്റ്. പക്ഷേ ഇത് ഈ ഒരു ഓപ്ഷണൽ സീറ്റ് ആയതുകൊണ്ട് ഏത് കുഞ്ഞിക്കൂനന്മാർക്കും കയറി ഇരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബോഡി ഷേമിംഗ് അല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായും ഇരുന്നിട്ട് ഹാൻഡിലിൻ്റെ പൊസിഷനൊക്കെ ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയ വൈസർ തീർച്ചയായിട്ടും ലോങ് ടൂറിനൊക്കെ ആവശ്യമാണ്. കാറ്റ് അടിക്കുന്നവർ കുറച്ച് കുറയുമല്ലോ. ഇനി അടുത്തേക്ക് വരിക, ശ്യാമേ അടുത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. അതുപോലെ കൺട്രോളുകളെല്ലാം അങ്ങേയറ്റം എന്ന് പറയുന്നത് നിലവാരമുള്ളതാണ്. കാരണം ഇത് ജപ്പാനിൽ നിന്ന് അതേപടി വന്ന സംഭവമാണല്ലോ. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു 5 ഇഞ്ചിൻ്റെ ഗംഭീരമായ TFT സ്ക്രീനാണ്. അതിൻ്റെ കളർ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഗംഭീരമാണ്, റെസൊല്യൂഷൻ ഗംഭീരമാണ്. ഇതിൽ തന്നെ പല ഇൻഫർമേഷൻ നമുക്ക് കാണാം. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി, അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസംഷൻ, ആവറേജ് കൺസംഷൻ 19.2 ആണ് ഇതിൽ കാണിക്കുന്നത്. ഡേറ്റ്, പിന്നെ ഇതിൻ്റെ പല മോഡുകൾ, ഇപ്പോൾ സ്പോർട്ട് മോഡിൽ കിടക്കുന്നു ആ മോഡ്, ABS ഓൺ ആണെന്നുള്ള അത്തരം കാര്യങ്ങൾ, കൂടാതെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഹോണ്ട സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ വഴി ഫോണൊക്കെ കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അത്തരം കാര്യങ്ങൾ കാണാം. പിന്നെ നാവിഗേഷൻ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ റെസൊല്യൂഷനുള്ള ഏത് വെയിലത്തായാലും മഴയത്തായാലും കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു റെസൊല്യൂഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ വാഹനത്തെ സംബന്ധിച്ച് അല്പം ചെറുതാണെന്ന് വേണമെങ്കിൽ പറയാം, എങ്കിൽ പോലും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിലെ കാര്യങ്ങളെല്ലാം ഈ ഒരു ടോഗിൾ സ്വിച്ച് വഴിയാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ മോഡാണ്, ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാം മോഡ് മാറുന്നത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന മോഡാണ് നമ്മൾ കാണുന്നത്. അത് റെയിൻ, ഗ്രാവൽ, യൂസർ, സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, അങ്ങനെയുള്ള പല മോഡുകളിലേക്ക് മാറ്റാം. ഈ യൂസർ എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന മോഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് സ്റ്റാർട്ട് സ്വിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കീ ഹോളും കൊടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാവുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കാണാൻ വളരെ ഭംഗിയുള്ള ബൈക്കിനൊന്നും വിശേഷിപ്പിക്കാനാവില്ല. ഇതിനൊരു ട്രൂലി ആ ഒരു ഓഫ് റോഡിൻ്റേതായുള്ള ഗമയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സോസ്റ്റൊക്കെ ആണെങ്കിലും വളരെ ചെറിയ എക്സോസ്റ്റ് എന്ന് പറയാം, കമ്പയർഡ് ടു ദ വലിപ്പം ഓഫ് ദി വെഹിക്കിൾ എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ ഒരു ഹീറ്റ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് പില്ലൺ റൈഡർക്കുള്ള ഫുഡ് പഗ് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ടാണ് പൊസിഷനിങ് എല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, വീൽ ട്രാവൽ എന്ന് പറയുന്നത് അമേസിങ് എന്നാണ് പറയേണ്ടത്.
അതുപോലെ ഇവിടെ ഒരു ഗംഭീര ഗ്രാബ് റെയിൽ കൊടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ലഗേജൊക്കെ സൂക്ഷിക്കാവുന്ന അത്രയും വെയിറ്റ് താങ്ങുന്ന ഒരു ഗ്രാബ് റെയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ ഭംഗിയുള്ള ചെറിയ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. എന്തായാലും ആ ഗൗരവം വിടാത്ത രീതിയിലാണ് പൂർണ്ണമായും ഈ വാഹനത്തിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മളൊന്ന് ആദരിച്ച് പോകുന്ന രൂപം എന്നാണ് പറയുന്നത്. ഇവിടെ 750 എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് എക്സോ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് തോന്നുന്നത് സൗണ്ട് ഏതാണ്ട് ആഫ്രിക്കേറ്റിൻ്റെ അതേ സൗണ്ട് ആണെന്നാണ്. പ്രത്യേകിച്ച് ഒരു ഐഡലിങ്ങിലുള്ള സൗണ്ട് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓടിച്ച് നോക്കേണ്ടതാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ വലിപ്പമുള്ള ഇപ്പോൾ ട്രയംഫിൻ്റെ ടൈഗറൊക്കെ പോലുള്ള വാഹനങ്ങളെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടി തോന്നാത്തൊരു കാര്യം ഈ സീറ്റ് ഹൈറ്റ് ഇത്രയും ചെറുതാണെന്നുള്ളതാണ്. നമ്മുടെ കാലിനിടയിൽ നിന്നില്ലെങ്കിൽ അറിയാമല്ലോ ഈ സാധനം 208 കിലോ കാലിലേക്കാണുള്ള അവസ്ഥ. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് പേടിയില്ല, കാരണം വളരെ താഴ്ന്നൊരു സീറ്റിംഗ് പൊസിഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് ട്രാൻസ്ലാപ്പ് ഓടിച്ച് നോക്കാം. ഈ ട്രാൻസ്ലാപ്പ് ഓടിച്ചു പോകുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. കാരണം എന്തൊരു കുതിരയാണ് ഈ മനുഷ്യൻ ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ള മട്ടിലാണ് നോട്ടം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നെ മെരുക്കാൻ പറ്റുമോ, ഈ വാഹനത്തെ മെരുക്കിയ ഈ മുകളിലിരിക്കുന്നവൻ ഭീകരനാണല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷേ നമുക്ക് അറിയാമല്ലോ, ചില വലിയ ആനകളുണ്ട്. ആനകളെ കാണുമ്പോൾ നമുക്കൊന്ന് പേടിയാണെങ്കിലും ഏറ്റവും പാവ ആനയായിരിക്കും അത് എന്ന് പറഞ്ഞ പോലെയാണ് ട്രാൻസ്ലാപ്പ് 750യുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാഴ്ചയിലൊരു കൂറ്റൻ വാഹനമായിട്ട് തോന്നുമെങ്കിലും കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അത്രയും പാവവും ശുദ്ധനുമാണ് ഈ ഒരു വാഹനം. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ കൂടി ഉയരത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ മെരുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സ്വയം നമുക്ക് തന്നെ തോന്നിയേക്കാം. പക്ഷേ ഈ സീറ്റിംഗ് പൊസിഷനൊക്കെ വളരെ താഴ്ന്നായതുകൊണ്ട് വളരെ ഗംഭീരമായിട്ടൊരു റൈഡിങ് പൊസിഷൻ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, മുൻഭാഗത്ത് ഇത്രയും കനത്ത മുൻഭാഗമുള്ളതുകൊണ്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റാണ്. ഒന്നും ഇടിച്ചാൽ പോലും നമ്മളിലേക്ക് ആ ഒരു ആഘാതം എത്തില്ല എന്നൊന്ന് തോന്നുന്ന രീതിയിൽ അത്രയും വലിയൊരു മുൻഭാഗം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു 750cc മോട്ടോർ ബൈക്കിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് വലിപ്പം കൂടുതലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ആഫ്രിക്ക ടിന്നിൻ്റെ കുഞ്ഞനിയൻ എന്നല്ല, ഒരു തൊട്ട് താഴത്തെ ഒരു അനിയൻ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇരട്ട എന്ന് വിളിക്കാവുന്ന രൂപവും ഭാവവും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. അതുപോലെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. വളരെ വൈഡെന്ന് വെച്ചാൽ സാധാരണ മറ്റ് ബൈക്കുകൾ കാണുന്നതിലും വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് തന്നെ നിവർന്നിരുന്നാണ് ഈ വാഹനം ഓടിക്കാൻ പറ്റുക. അത് തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിളാണ്. അതുപോലെ തന്നെയാണ് ഫുഡ് പെഗുകളുടെ കാര്യവും. അത് ശരിക്കും പറഞ്ഞാൽ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഈ ഒരു ഫുഡ് പെഗിൻ്റെ സ്ഥാനം ഓരോ തവണ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും കംഫർട്ടബിൾ ആണെന്ന് സംശയം തോന്നാം. പക്ഷേ വളരെ ന്യൂട്രലായിട്ടുള്ളൊരു പൊസിഷനാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സീറ്റ് ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും ഈ ഫുഡ് പെഗുകൾ വളരെ കൃത്യമായി എത്തിപ്പിടിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. പിന്നെ ഓഫ് റോഡ് യൂസിനായിട്ട് ഹാൻഡിൽ ബാർ പൊസിഷൻ വേണമെങ്കിൽ അതും മാറ്റാവുന്നതാണ്. അതൊരു 5 മിനിറ്റ് കൊണ്ട് മാറ്റാവുന്നതാണ് കമ്പനി പറയുന്നത്. അതായത് നമ്മൾ ഓഫ് റോഡൊന്നും പോകാത്തതുകൊണ്ട് അതിന് മുതിർന്നില്ല എന്നാണ് പറയേണ്ടത്. എന്തായാലും സിംഗിളായിട്ട് ഓടിച്ചു പോകുമ്പോൾ അങ്ങനെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ബൗൺസ് ചെയ്യുന്ന എഫക്റ്റോ ഒന്നും തോന്നിയില്ല. കാരണം ഇത്രയും വെയിറ്റുള്ളൊരു വാഹനത്തിൽ മുൻഭാഗത്ത് ഒരാൾ മാത്രം ഇരുന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു പിൻഭാഗത്തൊന്ന് ബൗൺസിങ് ഒരു രീതി തോന്നേണ്ടതാണെങ്കിലും അങ്ങനെ തോന്നിയില്ല. കാരണം അത് വാഹനം വെൽ ബാലൻസ്ഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പരാതി തോന്നിയില്ല. ഇനി എഞ്ചിനിലേക്ക് വേണമെങ്കിൽ 755cc പാരലൽ ട്വിൻ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്.
വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 91 BSP ആണ്, 75 ന്യൂട്ടൺ മീറ്ററാണ് പെർഫോമൻസ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനേക്കാളും വലിപ്പം കൂടിയ വാഹനങ്ങളുടെ പവർ ഉണ്ട് ഇതിനെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വെയിറ്റ് കുറവുമാണെന്ന് മനസ്സിലാക്കുക. അപ്പം കൂടുതൽ പെർഫോമൻസ്, ഉദാഹരണമായിട്ട് ആഫ്രിക്ക ടിന്നുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അതേ പവർ ഉണ്ടെങ്കിലും അതിനേക്കാളും പെർഫോമൻസ് തരാൻ 750 ട്രാൻസ്ലാപ്പിന് കഴിയും. അതുപോലെ NVH ലെവലുകളെല്ലാം വളരെ ഗംഭീരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് അലോസരപ്പെടുത്തുന്ന സൗണ്ടൊന്നുമില്ല. വൈബ്രേഷൻ എന്ന് പറയുന്നത് 8000 RPM കഴിയുമ്പോഴേ അനുഭവപ്പെടുകയുള്ളൂ. ചെറുതായിട്ടൊന്നും അനുഭവപ്പെടുമെങ്കിലും അതിന് മുമ്പ് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ചെറിയ ഹീറ്റൊക്കെ മുൻഭാഗത്ത് റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിലും അതൊക്കെ വളരെ ദീർഘദൂരത്തിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വരുള്ളൂ. സിറ്റിയിലൊന്നും ഒരു വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയില്ല. എന്തായാലും 6000 RPMലൊക്കെ 120 km സ്പീഡിലൊക്കെ പോകാൻ സാധിക്കുന്ന അത്രയും ഗംഭീരമായ ഒരു ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് എഞ്ചിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗംഭീരമായ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും വിടർന്ന ഹാൻഡിൽ ബാറും നല്ല സസ്പെൻഷനും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും എല്ലാം കൂടി വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് തരുന്നത്. പ്രത്യേകിച്ച് അത് ദീർഘദൂര യാത്രകളിലായിരിക്കും ഏറ്റവും അധികം സുഖം തരാൻ പോകുന്നത്. അതുപോലെ തകർപ്പൻ ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായ ബ്രേക്കിംഗ് ഉറപ്പ് തരുന്ന രീതിയിലുള്ള ബ്രേക്കാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ABS സെറ്റിങ്സ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും ഒരു വളരെ ഗംഭീരമായൊരു കാര്യമാണ്. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ABS ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓഫ് റോഡ് പോവുകയാണെങ്കിൽ ഒരു തികഞ്ഞ ഓഫ് റോഡറായിട്ട് മാറാനുള്ള കഴിവുമുണ്ട് ട്രാൻസ്ലാപ്പിന്. പിന്നെ 5 റൈഡിംഗ് മോഡുകളാണ്: സ്പോർട്ട്, റെയിൻ, സ്റ്റാൻഡേർഡ്, ഗ്രാവൽ, പിന്നെ യൂസർ എന്ന് പറയുന്ന ഈ ഒരു എല്ലാ മോഡുകൾക്കനുസരിച്ച് പവർ ഡെലിവറി കാര്യമായ രീതിയിൽ മാറുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ കാര്യമായ രീതിയിൽ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ടെറൈനും പറ്റുന്ന രീതിയിൽ നമുക്ക് വാഹനത്തിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൂടാതെ ഒരു വീലി കൺട്രോളും കൊടുത്തിട്ടുണ്ട്. അതും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, കൂടുതൽ സേഫായിട്ട് ഓടിച്ചു പോകാൻ. എന്തായാലും പൂർണ്ണമായിട്ട് ഇറക്കുമതി ചെയ്ത് വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു ആശങ്കയും വേണ്ട. ജപ്പാൻകാർ എന്ത് ഓടിക്കുന്നോ അത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അത്രയും അധികം നിലവാരം തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യക്ക് വേണ്ടി ഉള്ള മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു വാഹനമാണിത്. പൂർണ്ണമായും ജാപ്പനീസാണ്. എന്തായാലും ഒരു ഓഫ് റോഡ് എല്ലാ എബിലിറ്റീസും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ലോങ് ഹൈവേ ക്രൂയിസറിൻ്റേതായിട്ടുള്ള രൂപഭാവങ്ങളും എല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട്. വില എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടഡ് വാഹനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലല്ല, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ കൂടുതലാണെന്നുള്ള സംശയമില്ല. പക്ഷേ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്യൂറബിളായിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇത്തരത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് ട്രാവലും അതുപോലെ തന്നെ കുറച്ച് ഓഫ് റോഡും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ പല ഓപ്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിലൊന്ന് ആഫ്രിക്ക ടിൻ തന്നെയാണ്. മറ്റൊന്ന് BMW GS 800 ഉണ്ട്, പിന്നെ ട്രയംഫ് 900 ഉണ്ട്, ടൈഗർ 900 ഉണ്ട്. അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി കൈക്കുള്ളിൽ നിൽക്കുന്ന വിലയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കഴിവുകളൊന്നും മോശമല്ലാത്ത കഴിവുകളുമുള്ളൊരു വാഹനമായിട്ടാണ് നമുക്ക് 750 ട്രാൻസ്ലാപ്പിനെ കാണാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹോണ്ടയുടെ ഒരു പൊൻതൂവൽ എന്നൊക്കെ വിളിക്കാവുന്ന വാഹനം തന്നെയാണിത്. ഇത് കൂടുതൽ വിൽക്കുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഇതൊന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വില കുറയുമെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കം കൂടി ഹോണ്ട നടത്തും എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പോൾ 11 ലക്ഷം രൂപ എക്സ്ഷോറൂം വില എന്ന് പറയുന്ന ഹോണ്ടയെ കുറ്റം പറയാനാവില്ല. കാരണം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വാഹനങ്ങൾക്ക് അതുപോലെയുള്ള നികുതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചുമത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് നികുതി ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഉണ്ട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ. ഒന്ന് പറഞ്ഞു നോക്കാവുന്നതാണ് വാഹനപ്രേമികൾക്ക്. മറ്റൊരു വാഹനപ്രേമിയായ ഗണേഷ് കുമാർ കേരളത്തിലും ഗതാഗത മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വഴി സുരേഷ് ഗോപിയിലേക്ക് എത്താൻ എളുപ്പമുണ്ട്, കാരണം രണ്ടും സിനിമക്കാരുമാണല്ലോ. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി ചേട്ടനോട് നമുക്ക് പറഞ്ഞു നോക്കാം എന്തെങ്കിലും വില കുറയുമോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ 11 ലക്ഷം രൂപ എക്സ്ഷോറൂം വില കൊടുത്തേ പറ്റൂ. ഇത് ലഭ്യമാകുന്നത് ബിഗ് വിങ്സ് എന്ന് പറയുന്ന ഹോണ്ടയുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള വലിയ വാഹനങ്ങൾക്കുള്ള ഷോറൂമിലാണ്. കൊച്ചിയിലും ബിഗ് വിങ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ട്രാൻസ്ലാബ് 750 ഇതെല്ലാം പറഞ്ഞ് നാക്കുകൊടുക്കുന്ന പേരുകളൊക്കെയാണ്. ട്രാൻസ്ലാബ് 750യുടെ വിട പറയുന്നു. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.